വള്ളിയൂർക്കുന്ന് ഗ്രാമത്തിൽ ദാമു എന്നൊരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അധ്വാനിയും എല്ലാവരെയും സഹായിക്കാനുള്ള നല്ല മനസ്സുമുള്ള ദാമുവിനെ ഗ്രാമത്തിലെല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഭാര്യയ്ക്കും മിടുക്കരായ 2 മക്കൾക്കുമൊപ്പം ഒരു കൊച്ചു വീട്ടിലാണ് ദാമുവിന്റെ താമസം. വീടിനടുത്തുള്ള തോട്ടത്തിൽ പച്ചക്കറികൾ കൃഷി ചെയ്ത് അത് കുറച്ച് ദൂരെയുള്ള ഒരു ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു ദാമുവും കുടുംബവും കഴിഞ്ഞിരുന്നത്. ഭാര്യയും മക്കളും എല്ലാവരും ചേർന്ന് സന്തോഷമായി ദാമു തോട്ടത്തിൽ ജോലി ചെയ്യുന്ന കാഴ്ച കാണാൻ തന്നെ ഒരു കൗതുകമാണ്. അച്ഛാ, വെണ്ടയ്ക്ക ഞാൻ പറിച്ചോളാം. കോവയ്ക്ക പറിക്കുന്നത് ഞാനാണേ. പടവലം മൂപ്പായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് അടുത്ത ആഴ്ച പറിക്കാം. മക്കളെ സൂക്ഷിക്കണേ, തെന്നി വീഴല്ലേ. വെണ്ടയ്ക്ക, പാവയ്ക്ക, കോവയ്ക്ക, മത്തൻ, പടവലം, കുമ്പളങ്ങ. തേങ്ങ, മാങ്ങ, നാരങ്ങ വാങ്ങാൻ വായോ മാളോരേ. അച്ഛാ, ഞാൻ പറഞ്ഞ പുസ്തകം വാങ്ങാൻ മറക്കല്ലേ. അച്ഛാ, എന്റെ കളർ പെൻസിലും. ഇല്ല, മറക്കില്ല. എല്ലാം വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ. ടാറ്റാ. എന്താടാ, പേടിച്ചു പോയോ നീ? ഇനി ഇറങ്ങി വാ, പേരയ്ക്ക എടുത്തോ. അധികം വൈകാതെ ദാമു തന്റെ പച്ചക്കറികളുമായി ചന്തയിലെത്തി. ദാമു സ്ഥിരമായി പച്ചക്കറികൾ വിൽക്കുന്നത് മത്തായിയുടെ ഈ കടയിലാണ്. എന്താ ദാമു, സുഖമാണോ? സുഖമായിരിക്കുന്നു മത്തായി ചേട്ടാ. ദാമു കൊണ്ടുവരുന്ന പച്ചക്കറികൾക്ക് നല്ല സ്വാദുണ്ടെന്ന് വാങ്ങുന്നവരെല്ലാം പറയുന്നുണ്ട്. ചേട്ടാ, എൻ്റെ പച്ചക്കറികൾക്ക് ഞാൻ രാസവളങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല. പകരം ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ദാമുവിൻ്റെ പച്ചക്കറികൾ കാരണം ഇവിടെ എനിക്കും കച്ചവടം കൂടി തുടങ്ങി. നല്ല സാധനങ്ങൾ വിറ്റാൽ വാങ്ങാനും ആളുകൾ കൂടുതൽ വരും. അതെ അതെ. ചന്തയിൽ പോയി വരുന്നവർക്കെല്ലാം പട്ടണത്തിനും ഗ്രാമത്തിനും ഇടയിലുള്ള ഈ കാട്ടുപാത ഒരു പേടി സ്വപ്നമാണ്. പക്ഷെ വർഷങ്ങളായി ഈ വഴിയിലൂടെ ജീപ്പ് ഓടിച്ചു പോകുന്ന ദാമുവിന് ഈ കാട്ടുവഴിയുടെ മുക്കും മൂലയും സുപരിചിതമാണ്. നടു റോഡിൽ എന്താണ് ഇവന് വേണ്ടതെന്ന് പിടികിട്ടുന്നില്ലല്ലോ. അയ്യോ, അവൻ വണ്ടിയുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. ആനയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുന്നുണ്ടല്ലോ. ആ, വരുന്നത് വരട്ടെ, ഒന്നിറങ്ങി നോക്കാം.
എന്തോ പ്രശ്നമുള്ളതുപോലെ ഉണ്ടല്ലോ. അവൻ്റെ ഭാവം കണ്ടിട്ട് എന്നെ എന്തോ സഹായത്തിന് വിളിക്കുന്നത് പോലെയുണ്ട്. ആ, എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്നെ ഇവൻ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അയ്യോ, പാവം ആനക്കുട്ടി കുഴിയിൽ വീണ് കിടക്കുന്നല്ലോ. ഏത് ദുഷ്ടനാണ് ഈ ചതി ചെയ്തത്? ഇപ്പോൾ മനസ്സിലായി നീ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന്. ഞാൻ നിന്നെ ഉറപ്പായും സഹായിക്കാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഉടനെ വരാം. അപകടത്തിൽപ്പെട്ട ആനക്കുട്ടിയെ രക്ഷിക്കുന്നതിനായി ദാമു വനപാലകരെയും കൂട്ടി വേഗം തിരിച്ചെത്തി. പേടിക്കണ്ട കേട്ടോ, ആനക്കുട്ടിയെ നമുക്ക് ഇപ്പൊ രക്ഷപ്പെടുത്താം. ദാമു, നിന്നെപ്പോലെ നല്ല കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുന്നവരെയാണ് ഈ നാടിനാവശ്യം. നിന്റെ പ്രവൃത്തി എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ.